വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ മാംസം കിട്ടാതെ അല്ലെങ്കിൽ ഈ ഒരു ദിവസം പോലും അവർക്ക് മാംസം കിട്ടാത്തൊരു വിഭാഗമുണ്ട്. അവർ അന്യ സംസ്ഥാനക്കാരായ മുസ്ലിം സഹോദരന്മാർ അവർ ആ ഒരു ദിവസവും അവർ ഇറച്ചി കടകളിൽ ക്യൂ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഈ ഒരു പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ കുടുംബസമേതം സന്തോഷങ്ങൾ കൈമാറുകയും പങ്കുവെക്കുകയും നമുക്ക് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളിലൊക്കെ സന്ദർശിച്ച് ശേഷം നമസ്കാരം എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഉലൂഹിയത്തിന്റെ കർമ്മങ്ങളിലേക്ക് എല്ലാവരും തിരിഞ്ഞ ഒരു സാഹചര്യമാണല്ലേ. മാഷാഅല്ലാഹ്. ഈ ഉലൂഹിയത്തിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും നമുക്ക് ഉലൂഹിയത്തിന് മാംസം കിട്ടാറുണ്ട്. നമ്മൾ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ കൃത്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പുള്ള എല്ലാ വീടുകളിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൽ മാംസം കിട്ടാതെ അല്ലെങ്കിൽ ഈ ഒരു ദിവസം പോലും അവർക്ക് മാംസം കിട്ടാത്തൊരു വിഭാഗമുണ്ട്. അവർ അന്യ സംസ്ഥാനക്കാരായ മുസ്ലിം സഹോദരന്മാർ, അവർക്ക് പള്ളിയിൽ മെമ്പർഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് മാംസം സാധാരണ കിട്ടാറില്ല. പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റയറായിട്ട് കൊടുത്താൽ അത് കിട്ടും. അതല്ലാതെ അവർ കിട്ടാതെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവർ ആ ഒരു ദിവസവും അവർ ഇറച്ചി കടകളിൽ ക്യൂ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾക്ക് ചിന്ത വന്നു, നമ്മൾ അൽഹംദുലില്ലാഹ് വർഷങ്ങളായിട്ട് അത്ര സഹോദരന്മാർക്ക് നമ്മൾക്ക് വന്ന മിച്ചം വന്ന മാംസം നമുക്ക് ഉലൂഹിയത്തിന്റെ ഷെയറായി കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ കൂടുതലായിട്ട് കിട്ടിയ മാംസങ്ങൾ ആ സഹോദരന്മാർക്ക് എത്തിക്കുന്ന ഒരു പരിശ്രമം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഈ കൊല്ലവും പലരും വിളിച്ച് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ യാത്രയിലാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് മാംസം നമുക്ക് ആ സഹോദരന്മാർക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ, പുണ്യം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ യാത്രയിൽ നിങ്ങൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകുക. പക്ഷേ നമുക്ക് എന്തായാലും ആ ഒരു കാര്യങ്ങളിലേക്ക്, ആ ഒരു യാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ആ കർമ്മത്തെ പൂർത്തിയാക്കാം. ഇത് ആളുകളെ കാണിക്കാനോ അറിയിക്കാനോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മറിച്ച് നമ്മളെല്ലാ നാടുകളിലും ഇത് സജീവമായിട്ട് നടക്കണം. അതിൻ്റെ ഒരു മാതൃക എന്ന രീതിയിലുള്ള ചിന്ത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ആ സഹോദരന്മാരുടെ വിഷയങ്ങൾ, ഇതിപ്പോൾ റമളാൻ സമയത്താണെങ്കിൽ ചിലവരുടെ കിറ്റിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ വലിയ പെരുന്നാൾ സമയത്ത് ആ സഹോദരന്മാർക്ക് ഇതേപോലെ ഇറച്ചി മാംസം അത് കിട്ടുന്നതിനുള്ള സബ്സിഡി സാഹചര്യമായിട്ട് ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് അതിനെ ഉറപ്പെടുത്തൽ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാവരും യാത്രകളിൽ കൂടെ ഉണ്ടാകുക. ഖൈറാകട്ടെ. طويل الشوق يبقى في اغتراب فقير في الحياة من الصحاب ومن يأمنك يا دنيا الدواهي تدوسين المصاحب في التراب وأعجب من مريدك وهو يدري بأنك في الورى أم العجاب ولولا أن لي معنى جميلا لبعت المكث فيها بالذهاب طويل الشوق يبقى في اغتراب فقير في الحياة من الصحاب ومن يأمنك يا അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ പൂർണ്ണമായി കബൂൽ ചെയ്യുവാനാകട്ടെ. നമുക്ക് ഏകദേശം കുറച്ച് പേർക്ക് എത്തിക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം ഇതേപോലെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ശരിക്കും ഒരു 500 രൂപ കൊടുത്താൽ 450 രൂപ കൊടുത്ത് ഇറച്ചി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആളുകളൊന്നല്ല. പക്ഷെ അവർക്കൊരു ആഗ്രഹമുണ്ട്, ഖുർബാൻ ചെയ്ത ഇറച്ചി, ഈ ഉലൂഹിയത്തിന്റെ ഇറച്ചി മാംസം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായ സഹോദരന്മാർ നമ്മുടെ നാട്ടിൽ വന്നു. അവർ അതിൽ നല്ല ദീനുള്ള ആൾക്കാർ, ഹാഫിദീങ്ങൾ, ആലിമീങ്ങൾ വരെ എത്രയോ പേരുണ്ടെന്നറിയാം. നമുക്കതറിയാം, നമ്മളവർക്ക് ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ ഒരു കാര്യം നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുകയും റമളാനായി കഴിഞ്ഞ പോലെ അവരുടെ കിറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചിന്തിക്കുക തന്നെ ചെയ്യണം. കാരണം അവർക്ക് ഇതുപോലെ ആരും അങ്ങനെ അവർ ടാർഗറ്റ് ചെയ്യാറില്ല.
ഇനി മുതലുള്ള എല്ലാ വർഷങ്ങളും നമ്മൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെയാണ്. എല്ലാവരും നമ്മളുമായിട്ട് സഹകരിക്കുക. അള്ളാഹു ഈ പുണ്യമാക്കപ്പെട്ട ഈ പെരുന്നാളിൻ്റെ ഈ ഒരു ദിവസം ചെയ്ത ഈ കർമ്മത്തെ പൂർണ്ണമായും കബൂലാക്കുകയും ഇനിയും കൂടുതലായിട്ട് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സഹകരിക്കുക. അൽഹംദുലില്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.